പുക്കാട്ടുപടി മെയിൻ ജംഗ്ഷനോട് വളരെ അടുത്തായിട്ട് ബസ് സ്റ്റോപ്പിൽ നിന്നും 300 മീറ്റർ ദൂരത്തിലായിട്ടാണ് ഇൻഡിവിജ്വലായുള്ള 8.5 സെൻറ്റ് ലാൻഡിൽ 2600 സ്ക്വയർ ഫീറ്റിൻ്റെ ഈ 4 BHK വന്നിരിക്കുന്നത്. കോർണർ പ്ലോട്ടാണ്, ബൈ റോഡ് ഫ്രണ്ടേജും കൂടിയാണ് ഈ വീട് വന്നിരിക്കുന്നത്. ബോക്സി ഡിസൈനാണ് ഇതിൻ്റെ എലിവേഷൻ വന്നിരിക്കുന്നത്. ഇവിടെ നിന്ന് കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് മാത്രമല്ല എടപ്പള്ളിയിലേക്കും ആലുവയ്ക്കും തൃപ്പൂണിത്തുറയ്ക്കും മൂവാറ്റുപുഴയ്ക്കും ഈസി ആയിട്ട് സഞ്ചരിക്കാൻ പറ്റുന്ന നല്ലൊരു ലൊക്കേഷനും കൂടിയാണ്. തൊട്ടടുത്തായിട്ട് കൊച്ചിൻ ഇൻ്റർനാഷണൽ സ്കൂളുണ്ട്. അപ്പോൾ നല്ല സ്കൂളുകളും നല്ല ആരാധനാലയങ്ങളും ഒക്കെ ഉള്ള നല്ലൊരു ഏരിയയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇനി നമുക്ക് ഈ വീടിൻ്റെ കൂടുതൽ കാഴ്ചകളിലേക്ക് പോകാം. വീതി കൂടിയ ടാർ റോഡ് ഫ്രണ്ടേജ് ആയിട്ടാണ് നമ്മുടെ വില്ല വന്നിരിക്കുന്നത്. ഇതിൻ്റെ മതിലേക്ക് വരികയാണെങ്കിൽ ബോക്സി ഡിസൈനാണ് വന്നിരിക്കുന്നത്. അതായത് പ്ലാന്റർ ബോക്സുകൾ കൊടുത്തിട്ടുണ്ട്, സ്ക്വയർ ട്യൂബിൻ്റെ ഡിസൈൻ വന്നിരിക്കുന്നു, റെഡ് ബ്രിക്കിൻ്റെ ടൈലാണ് കൊടുത്തിരിക്കുന്നത്, LED ലൈറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. വശങ്ങളിലും അങ്ങനെ തന്നെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. 2 പില്ലറിൽ ലൈറ്റ് കൊടുക്കാനും ശ്രദ്ധിച്ചിട്ടുണ്ട്. ഒന്ന് സ്ലൈഡ് ചെയ്യുന്ന രീതിയിലും ഒന്ന് ഫോൾഡ് ചെയ്യുന്ന രീതിയിലും ഗേറ്റ് കൊടുത്തിരിക്കുകയാണ്. മുറ്റം ഫ്രണ്ടിൽ പൂർണ്ണമായിട്ടും ബാംഗ്ലൂർ സ്റ്റോണാണ് കൊടുത്തിരിക്കുന്നത്. ഇനി ആർട്ടിഫിഷ്യൽ ഗ്രാസിൻ്റെ വർക്ക് വരാനുണ്ട്. ഇനി നമുക്ക് നേരെ പോർച്ചിലേക്ക് വരാം. വലിയ 2 വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് നമ്മുടെ പോർച്ചിനകത്ത് തന്നെയുണ്ട്. ഫാൾ സീലിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട്. അതായത് ഫൈബർ ലാമിനേഷൻ വർക്കും സിലിണ്ടറിക്കൽ ലൈറ്റുമാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ സ്ട്രെയിറ്റ് ആയിട്ട് വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് സൗത്ത് വെസ്റ്റ് ഭാഗത്തായിട്ടാണ്. ഇവിടെ ചുറ്റും ധാരാളം സ്പേസ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ നേരെ ചുറ്റിക്കറങ്ങാനായിട്ട് പോവുകയാണ്. നേരെ നമുക്ക് നോർത്ത് വെസ്റ്റിലേക്ക് വരാം. വെസ്റ്റ് സൈഡിൽ ധാരാളം സ്പേസ് നമുക്കുണ്ട്. പണി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് നോർത്ത് വെസ്റ്റ് കോർണർ. ഈ കോമ്പൗണ്ടിന് പുറത്തായിട്ടാണ് വെല്ല് കൊടുത്തിരിക്കുന്നത്. വലിപ്പമുള്ള വെല്ലാണ്. വെള്ളത്തിനകത്ത് കിടക്കുന്ന മോട്ടറാണ്. കിച്ചണിൽ നിന്ന് ഓപ്പറേറ്റ് ചെയ്യാവുന്നതാണ്. നല്ല ക്ലിയർ ആയിട്ടുള്ള വെള്ളം കിട്ടുന്ന ഏരിയയും കൂടിയാണ്. ഇനി നമുക്ക് നേരെ ഫ്രണ്ടിലേക്ക് വരാം. വീടിൻ്റെ ഫ്രണ്ട് എലിവേഷൻ്റെ ഭാഗമായി വരുന്ന പ്ലാന്റർ ബോക്സുകളാണ്. ധാരാളം ചെടികൾ കൊടുത്തിട്ടുണ്ട്. ഇത് സൗത്ത് ഈസ്റ്റ് ഭാഗമാണ്. ഇവിടെയായിട്ടും ചെടികൾ കൊടുത്തിട്ടുണ്ട്. ചന്ദ്രക്കാരൻ മാവിൻ്റെ ഒരു തൈയാണ് ഈ വന്നിരിക്കുന്നത്. നല്ലൊരു ബഡ് മാവും കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഭാഗത്തായിട്ടൊരു വാട്ടർ ഫൗണ്ടൻ വരുന്നുണ്ട്. ഇവിടെയൊക്കെ നമുക്ക് താമര വിത്തുകളൊക്കെ നട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെള്ളത്തിനകത്ത് കിടക്കുന്ന ചെടികൾ വയ്ക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ഭംഗിയാവും ഈ വാട്ടർ ഫൗണ്ടൻ. ഇനി ഫ്രണ്ടിലേക്ക് വരാം. ഈ ഭാഗത്ത് ബാംബൂസ് കൊടുത്തിരിക്കുകയാണ്. ഒരു സൈഡിൽ നാടൻ തെങ്ങിനെ നിലനിർത്തിയിട്ടുണ്ട്. അങ്ങനെ തന്നെ കായ്ഫലമുള്ള തെങ്ങ് തന്നെയാണ്. ഇത് കൂടാതെ ധാരാളം സ്പേസ് നമുക്ക് ഇവിടെ ഉണ്ട്. ഇനി പേവിങ്ങിനായിട്ട് ഈ ബാംഗ്ലൂർ സ്റ്റോൺ വിരിക്കാനും ഉണ്ട്. വശങ്ങളിൽ മാവിൻ്റെ വേറൊരു ചെടിയും കൂടി കൊടുത്തിട്ടുണ്ട്. അപ്പം ആ വശത്തായിട്ട് ഒരു പേരയുടെ തൈയും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒട്ടുമിക്ക ഫലവൃക്ഷ തൈകളുമൊക്കെ നടാനുള്ളൊരു സ്പേസ് നമുക്കിവിടെ ഉണ്ട്. ഇനി നമുക്ക് അകത്തേക്ക് കയറാം. സിറ്റൗട്ട് നാനോ ടൈലിലാണ് ചെയ്തിരിക്കുന്നത്. 3 ചേർന്നാനുള്ള സ്പേസും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അകത്തേക്ക് വരാം. വീടിൻ്റെ ദർശനം വന്നിരിക്കുന്നത് കിഴക്കോട്ടാണ്. അതായത് ഈസ്റ്റിലേക്ക് ഫേസ് ചെയ്യുന്ന വീടും കൂടിയാണ്. 2 പീസ് ഡോറായിട്ടാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഫ്രണ്ടിലേക്ക് 2 പീസ് ഡോർ വന്നിട്ടുണ്ട്. ഫുൾ പാനൽ ചെയ്തിരിക്കുന്നു. കയറി വരുന്ന ഭാഗത്തായിട്ട് നമുക്ക് ലിവിങ് സ്പേസ് കിട്ടിയിട്ടുണ്ട്. ഈ ഭാഗത്തായിട്ട് ടൈലിൻ്റെ ഒരു കളർ പാറ്റേണിൽ മാറ്റമുണ്ട്. ഒന്ന് മാറ്റ് ടൈലാണെന്നുണ്ടെങ്കിൽ പൂർണ്ണമായിട്ടും മാറ്റു ടൈലുകളെല്ലാം ചെയ്തിരിക്കുന്നത് വെട്രിഫൈഡ് ടൈലിലാണ്. അതായത് ഗ്ലോസി ഡിസൈനിലുള്ള ടൈലിലാണ് വന്നിരിക്കുന്നത്. അപ്പം ഇവിടെയായിട്ടാണ് നമുക്ക് ലിവിങ് സ്പേസ് വന്നിരിക്കുന്നത്. അപ്പം ഇതിൻ്റെ മേലെയായിട്ടും ഫാൾ സീലിംഗ് വർക്കും LED ലൈറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഒരു സൈഡിൽ വുഡിൻ്റെ ഒരു ടെക്സ്ചർ ലാമിനേഷനൊക്കെ വരുന്നുണ്ട്. ഫ്രണ്ടിലായിട്ടാണെന്നുണ്ടെങ്കിൽ ഫൈബർ ലാമിനേഷൻ വർക്കും LED ലൈറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇത്രയും സ്പേസ് നമുക്ക് യൂസ് ചെയ്യാം. ഇത് കൂടാതെ തന്നെ വീണ്ടും ഒരു ലിവിങ് സ്പേസ് കിട്ടുന്നുണ്ട്. ഇവിടുത്തെ ടൈല് മാറ്റമുണ്ട്. ഇവിടെ ആയിട്ട് നമുക്ക് TV ഹോൾഡ് ചെയ്യാനുള്ള സ്പേസും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ധാരാളം സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. ഇത് ഈസ്റ്റ് സൈഡാണ്. ഇവിടെയായിട്ട് 3 പാളി വിൻഡോസാണ് ഇവിടെ വന്നിരിക്കുന്നത്. സ്റ്റെയറിൻ്റെ ഡിസൈൻ വന്നിരിക്കുന്നത് ഈ ലിവിങ് സ്പേസിൽ നിന്ന് കണക്ട് ചെയ്ത് കയറുന്ന രീതിയിലാണ്. മനോഹരമായിട്ടുള്ളൊരു ലിവിങ് സ്പേസും കൂടിയാണ്. കൂടാതെ സ്റ്റീലിൻ്റെ ഫ്രെയിമിൽ വുഡാണ് പൊതിഞ്ഞിട്ടുള്ളത്. അപ്പം ഇത്രയും സ്റ്റോറേജ് സ്പേസും കിട്ടുന്നുണ്ട്. നേരെ നമുക്ക് ഡൈനിങ് ഏരിയയിലേക്ക് വരാം. ഇപ്പോൾ നമ്മൾ വിശാലമായുള്ളൊരു ഡൈനിങ് സ്പേസിലാണ്.
മേലെ മനോഹരമായിട്ട് ഫാൾ സീലിംഗ് വർക്കും LED ലൈറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. മനോഹരമായിട്ടുള്ളൊരു ഹാങ്ങിങ് ലൈറ്റുകളൊക്കെ ഇതിൽ വരുന്നുമുണ്ട്. ഇവിടെ നമുക്ക് കോർട്ട്യാർഡിലേക്ക് ഒരു എൻട്രൻസും കൂടി ഉണ്ട്. നേരെ അങ്ങോട്ട് വരാം. ഈ വിൻഡോസിനൊരു പ്രത്യേകതയും കൂടിയുണ്ട്. 4ആയിട്ട് മടക്കി നമുക്ക് ഫോൾഡ് ചെയ്ത് വെക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയും വലിപ്പമുള്ളൊരു ഓപ്പണിംഗ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. നേരെ കോർട്ട്യാർഡിലേക്ക് വരാം. ടൈലിന് മാറ്റമുണ്ട്. പവർ സ്വിച്ചസ് ധാരാളം കൊടുത്തിട്ടുണ്ട്. ജാലി ഡിസൈൻ വരുന്നുണ്ട്. സ്ക്വയർ ട്യൂബിലാണ് ചെയ്തിരിക്കുന്നത്. മേലെ ഗ്ലാസിൻ്റെ വർക്ക് കൊടുത്തിട്ടുണ്ട്. ഒരു സൈഡിലായിട്ട് ഇതിന് വാട്ടർ ഫൗണ്ടനും വരുന്നുണ്ട്. അത്യാവശ്യം വലിപ്പമുള്ളൊരു കോർട്ട്യാർഡും കൂടിയാണ്. ഇനി നമുക്ക് ഇതിൻ്റെ കിച്ചണിലേക്ക് വരാം. കിച്ചൺ സ്പേഷ്യസ് ആയിട്ടുള്ള കിച്ചണും കൂടിയാണ്. ഇങ്ങനെ L ഷേപ്പിലാണ് ഗ്രാനൈറ്റ് വിരിച്ചിരിക്കുന്നത്. താഴെ ധാരാളം സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. കയ്യെത്തുന്ന ദൂരത്തൊക്കെ സ്റ്റോറേജ് സ്പേസ് കിട്ടിയിട്ടുണ്ട്. വശങ്ങളെല്ലാം ടൈൽ ഒട്ടിച്ചിരിക്കുകയാണ്. പവർ പോയിന്റ് ധാരാളം വന്നിരിക്കുന്നു. മൾട്ടി ഫംഗ്ഷനുള്ള സിങ്ക് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സെക്കൻഡ് പൊസിഷനിലേക്ക് വരാം. ഈ ഭാഗത്തും സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. പവർ പോയിന്റ് വരുന്നുണ്ട്. ധാരാളം സ്റ്റോറേജ് സ്പേസും കിട്ടിയിട്ടുണ്ട്. ഫ്രിഡ്ജ് വെക്കാനായിട്ട് ഇവിടെയായിട്ട് പവർ പോയിന്റ് വരുന്നുണ്ട്. വലിപ്പമുള്ള ഫ്രിഡ്ജ് നമുക്ക് ഇവിടെ സ്റ്റോർ ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് വർക്ക് ഏരിയയിലേക്ക് വരാം. സ്പേഷ്യസ് ആയിട്ടുള്ളൊരു വർക്ക് ഏരിയയും കൂടിയാണ്. സ്ട്രെയിറ്റ് ആയിട്ട് സ്ലാബിൽ ഗ്രാനൈറ്റ് വിരിച്ചിരിക്കുകയാണ്. പവർ പോയിന്റും ധാരാളം കിട്ടിയിട്ടുണ്ട്. സ്ലൈഡിങ് വിൻഡോസുകൾ കൊടുത്തിട്ടുണ്ട്. ഫൈബർ ലാമിനേഷൻ വർക്കും വരുന്നുണ്ട്. താഴെ കൊടുത്തിരിക്കുന്നത് മാറ്റ് ടൈലാണ്. അപ്പോൾ നല്ല വലിപ്പമുള്ള കിച്ചനും വലിപ്പമുള്ളൊരു വർക്ക് ഏരിയ നമുക്ക് കിട്ടി. ഇനി നമുക്ക് ബെഡ്റൂമിലേക്ക് വരാം. 2 ബെഡ്റൂമിനും ഇടയിലായിട്ട് മിഡിലായിട്ടാണ് വാഷ് കൗണ്ടർ കൊടുത്തിരിക്കുന്നത്. വാഷ് ബേസും വന്നിരിക്കുന്നത് സിറയുടെയാണ്. പില്ലർ കോക്ക് ജാങ്കോൻ്റെ കൊടുത്തിട്ടുണ്ട്. സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. വൈറ്റ് നാനോ വൈറ്റ് ഗ്രാനൈറ്റിന് മേലെ ബ്ലാക്ക് കളറ് വാഷ് ബേസിനാണ് വന്നുള്ളത്. ബാക്ക്ഗ്രൗണ്ടിലും ബ്ലാക്ക് കളറിൽ ഗോൾഡൻ ഡിസൈനൊക്കെ കൊടുത്തിട്ടുണ്ട്. മേലെയായിട്ട് CNC കട്ടിങ്ങും ഫാൻസി ലൈറ്റും ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി വലിപ്പമുള്ളൊരു മിററിൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ. സ്റ്റോറേജ് സ്പേസും കിട്ടിയിട്ടുണ്ട്. നേരെ നമുക്ക് ബെഡ്റൂമിലേക്ക് വരാം. മാസ്റ്റർ ബെഡ്റൂം വന്നിരിക്കുന്നത് ഏകദേശം 14 അടി നീളവും 10 അടി വീതിയിലുമാണ്. ഫാൾ സീലിംഗ് വർക്കും LED ലൈറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗം സൗത്ത് സൈഡും ഈ ഭാഗം വെസ്റ്റ് സൈഡുമാണ്. വലിപ്പമുള്ള കബോർഡ് തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ ബാത്റൂം ഒന്ന് കാണാം. വെറ്റ് ഡ്രൈ പ്രിൻസിപ്പിളിലാണ് ചെയ്തിരിക്കുന്നത്. നേരെ സിറയുടെ ഫിറ്റിങ്സ് ആണ്. വാഷ് കൗണ്ടർ, അതുകൂടാതെ ഇനി മിററിന് ഒരു പോയിന്റും ലൈറ്റും മാത്രം മതി. ഇവിടെയായിട്ട് വാൾ ഹാങ്ങിങ് ക്ലോസറ്റ്, കൺസീൽഡ് ഫ്ലഷ് ടാങ്ക്, ഡൈവേർട്ടർ വന്നിരിക്കുന്നു. റെയിൻ ഷവർ കൊടുത്തിട്ടുണ്ട്. മേലെ ഫാൾ സീലിംഗ് വരെ ടൈലാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഗ്ലാസ് പാർട്ടീഷൻ ചെയ്യാനൊരു സ്പേസും ഉണ്ട്. നല്ലൊരു ബാത്റൂം നമുക്ക് ഇവിടെ കിട്ടി. ഫൈബർ ഡോർ തന്നെയാണ് ഇതിനും കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് വരികയാണ്. നോർത്ത് വെസ്റ്റിലാണ് ഈ ബെഡ്റൂം വന്നിരിക്കുന്നത്. ഏകദേശം ഒരു 12 അടി നീളവും 10 അടി വീതിയും വന്നിട്ടുണ്ട്. മേലെ ഫാൾ സീലിംഗ് വർക്കും BLDC ഫാനും കൊടുത്തിട്ടുണ്ട്. കബോർഡ് വരുന്നുണ്ട്. ഒരു സൈഡിൽ ഷെൽഫും നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് ബാത്റൂമിൻ്റെ ഭാഗത്തേക്ക് വരാം. ഇവിടെയായിട്ടാണ് കബോർഡ് വന്നിരിക്കുന്നത്. ബാത്റൂമിൽ നിന്ന് ഇറങ്ങുന്ന ഒരു ഭാഗത്തായിട്ടാണ് കബോർഡ് കൊടുത്തിരിക്കുന്നത്. ബാത്ത് അറ്റാച്ച്ഡ് റൂമും കൂടിയാണ്. അപ്പോൾ താഴെ നമ്മൾ 2 ബെഡ്റൂം കണ്ടു. ഇനി അപ്പർ ലിവിങ് സ്പേസിലേക്കാണ് പോകുന്നത്. സ്റ്റെയർ കൊടുത്തിരിക്കുന്നത് സ്റ്റീലിൻ്റെ ഫ്രെയിമിൽ വുഡാണ് കൊടുത്തിരിക്കുന്നത്. ഒരു സൈഡിലെ ഭിത്തി പൂർണ്ണമായിട്ടും ടെക്സ്ചർ വർക്ക് കൊടുത്തിട്ടുണ്ട്. സൈഡിലായിട്ട് പ്രൊഫൈൽ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. റൈറ്റ് സൈഡിലാണ് ഹാൻഡിൽ വരുന്നത്. ടീക്ക് വുഡാണ്. ടഫൻഡ് ഗ്ലാസ്സിലും കൊടുത്തിരിക്കുന്നു. അപ്പർ ലിവിങ് സ്പേസിലാണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത്. ഇവിടെ നമുക്ക് സോഫ സെറ്റിയോ ബീൻ ബാഗൊക്കെ കൊടുക്കാനുള്ള സ്പേസ് ഉണ്ട്. ഫാൾ സീലിംഗ് വർക്കും LED ലൈറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗത്തായിട്ട് TV സ്പേസ് കൊടുത്തിരിക്കുകയാണ്. വാൾപേപ്പറാണ്. വശങ്ങളെല്ലാം ഫൈബർ ലാമിനേഷൻ വർക്കും സ്റ്റോറേജ് സ്പേസും ഒക്കെ കൊടുത്തിട്ടുണ്ട്. വലിപ്പമുള്ളൊരു TV ഹാങ് ചെയ്യാനുള്ളൊരു സ്പേസും നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഇത് കൂടാതെ ഒരു സ്പേസിൽ മാറി ഒതുങ്ങിയിട്ട് ഒരു സ്റ്റഡി ടേബിളൊക്കെ കൊടുത്തിട്ടുണ്ട്. നേരെ അത് ബാൽക്കണിയിലേക്കാണ് നമുക്ക് എൻട്രൻസ് വരുന്നത്. ഇവിടെയായിട്ട് കവേർഡ് ബാൽക്കണി വരുന്നുണ്ട്. സീൽഡ് ഹാൻഡിൽ, ടഫൻഡ് ഗ്ലാസ് വരുന്നുണ്ട്. ഫൈബർ ലാമിനേഷൻ വർക്കും LED ലൈറ്റുകളൊക്കെ വരുന്നുണ്ട്. നേരെ നമുക്ക് ബെഡ്റൂമിലേക്ക് പോകാം. ആദ്യം മാസ്റ്റർ ബെഡ്റൂമിലേക്ക് തന്നെ വരാം. 14 അടി നീളവും 11 അടി വീതിയുള്ള ബെഡ്റൂം തന്നെയാണ്. ഫാൾ സീലിംഗിൽ ഗംഭീരമായിട്ടുള്ള വർക്കുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. സൗത്ത് വെസ്റ്റ് കോർണറിലാണ് ഈ ബെഡ്റൂം വന്നിരിക്കുന്നത്. ഇതാണ് സൗത്ത് സൈഡ്, ഇത് വെസ്റ്റ് സൈഡുമാണ്. നമുക്കിനി ഇതിൻ്റെ ബാത്റൂം ഒന്ന് ചെക്ക് ചെയ്യാം. വാഷ് ബേസും കൊടുത്തിട്ടുണ്ട്. മിററിനുള്ള പോയിന്റ് മാത്രം ഇട്ടാൽ മതി. മിററും ലൈറ്റും മാത്രമേ ഇനി വരാനുള്ളൂ. വാൾ ഹാങ്ങിങ് ക്ലോസറ്റ്, കൺസീൽഡ് ഫ്ലഷ് ടാങ്ക്, സെറയുടെ ഫിറ്റിങ്സ് ആണ്. ഡൈവേർട്ടർ, റെയിൻ ഷവർ. ഇനി ഹീറ്റിൻ്റെ പോയിന്റ് വന്നിട്ടുണ്ട്. പൂർണ്ണമായിട്ട് ഫില്ല് ചെയ്തിട്ട് ടൈൽ കൊടുത്തിരിക്കുകയാണ്. മാറ്റ് ടൈലാണ് കൂടുതലും യൂസ് ചെയ്തിരിക്കുന്നത്. ഫൈബർ ഡോർ തന്നെയാണ്.
ഇവിടെയായിട്ടാണ് ഇതിന് കബോർഡും വന്നിരിക്കുന്നത്. നമ്മളിനി ഇതിൻ്റെ 4ാമത്തെ ബെഡ്റൂമിലാണ്. അപ്പർ ലിവിങ് സ്പേസിൽ 2ാമത്തെ ബെഡ്റൂമിലും ഏകദേശം ഒരു 14 അടി നീളവും 10 അടി വീതിയുള്ള ബെഡ്റൂമാണ്. ഇതാണ് വെസ്റ്റ് സൈഡ്, ഇത് സൗത്ത് സൈഡാണ്. ഇവിടെ എൻ്റെ ബേ വിൻഡോ കൊടുത്തിട്ടുണ്ട്. ധാരാളം സ്റ്റോറേജ് സ്പേസും നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. നമുക്കിനി ഇതിൻ്റെ ബാത്റൂം ഒന്ന് ചെക്ക് ചെയ്യാം. വാഷ് ബേസും കൊടുക്കാനുള്ള വാഷ് കൗണ്ടർ വന്നിട്ടുണ്ട്, ഹാങ്ങിങ് ക്ലോസറ്റ്, കൺസീൽഡ് ഫ്ലഷ് ടാങ്ക്, പിന്നെ ഇത് കൂടാതെ ഡയവേർട്ടർ, കളർ ഡിസൈൻ ആണെങ്കിലും ഭംഗിയുള്ളൊരു കളർ പാറ്റേണുള്ള ടൈല് വന്നിട്ടുണ്ട്. മാറ്റ് ടൈലാണ് താഴെയും കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നല്ല ഭംഗിയുള്ളൊരു ബെഡ്റൂം കിട്ടിയിട്ടുണ്ട്. എല്ലാ സ്ഥലത്തും BLDC ഫാനും കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ യൂട്ടിലിറ്റി സ്പേസിലേക്കാണ് പോകുന്നത്. അതിവിശാലമായുള്ളൊരു യൂട്ടിലിറ്റി സ്പേസാണ്, ഫുള്ള് കവർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഓപ്പൺ ടെറസിലേക്ക് കയറുന്ന ഭാഗമാണ്. 2 സൈഡിൽ ഹാൻഡിലോട് കൂടി തന്നെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. സ്റ്റെപ്പ് നനയാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് മേലെ പൂർണ്ണമായിട്ടും കവർ ചെയ്തിരിക്കുകയാണ്. ഇത് കൂടാതെ വിശാലമായുള്ളൊരു ഓപ്പൺ ടെറസ് ഏരിയയാണ്. അത് ഡ്രസ് വർക്ക് ചെയ്യുകയാണെങ്കിൽ ആ സ്പേസും കൂടി നമുക്ക് യൂസ്ഫുള്ളാണ്. വാഷ് ഏരിയയ്ക്കായിട്ട് ഇത് തന്നെ ധാരാളമാണ്. ഇവിടെയായിട്ട് പവർ പോയിൻ്റ് വരുന്നുണ്ട്, വാട്ടർ പോയിൻ്റ് വരുന്നുണ്ട്. വാഷിംഗ് മെഷീൻ നമുക്ക് ഇവിടെ വയ്ക്കാവുന്നതാണ്. അലക്കി വിരിച്ചിടാൻ ഇത് തന്നെ ധാരാളമാണ്. മനോഹരമായുള്ള വീടിൻ്റെ കാഴ്ചയാണ് കണ്ടു കഴിഞ്ഞത്. ഇനി നമുക്കിതിൻ്റെ ഡീറ്റെയിലേക്ക് പോകാം. പുക്കാട്ടുപടി മെയിൻ ജംഗ്ഷനോട് വളരെ അടുത്തായിട്ടുള്ളൊരു വീടാണ് നമ്മൾ കണ്ടു കഴിഞ്ഞത്. 8.5 സെൻറ്റ് ലാൻഡ് ഏരിയ വരുന്നുണ്ട്. 2600 സ്ക്വയർ ഫീറ്റാണ്. 4 BHK ആണ്. ഇതിന് ആസ്കിംഗ് പ്രൈസ് ആയിട്ട് വരുന്നത് 1,30,00,000 രൂപയാണ്. അതും ചോദിക്കുന്ന റേറ്റാണ്. വില നെഗോഷ്യബിളുമാണ്. എല്ലാ ബാങ്കിൽ നിന്നും ലോൺ സൗകര്യവും അവൈലബിൾ ആണ്. ഈ വീടിൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ, ഈ വീട് എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ബഡ്ജറ്റ് എന്ത് തന്നെ ആയാലും നിങ്ങളുടെ മനസ്സിനിണങ്ങുന്ന വീടുകൾ സെലക്ട് ചെയ്യാനായിട്ട് ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാൻ മറക്കരുത്. നല്ല വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.